അയോധ്യയിലെ ക്ഷേത്രത്തിലെ ഫണ്ട് കൊള്ളയിൽ ചമ്പത് റായിയെ നേരിട്ട് അതൃപ്തി അറിയിച്ച RSS നേതൃത്വം 18-19 തീയതികളിൽ ഹരിദ്വാറിൽ VHP ബൈഠക്കിനിടെ നടന്ന കൂടിക്കാഴ്ചയിലാണ് ചമ്പത് റായിയെയും അനിൽ മിശ്രയെയും ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ കടുത്ത അതൃപ്തി അറിയിച്ചത്. കൊള്ളയുടെ വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. പദവിയിൽ തുടരുന്നത് ശരിയല്ലെന്ന് ബൈഠക്കിൽ പങ്കെടുത്ത RSS VHP നേതാക്കൾ ഇരുവരെയും അറിയിച്ചു എന്നും വിവരമുണ്ട്. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, തീർച്ചയായും ഇതിൽ രാജിവെച്ചതുകൊണ്ട് മാത്രം ഒന്നുമായില്ല, അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെ അവർക്കിതിൽ തന്നെ വലിയ പങ്കുകളുണ്ടോ എന്നുള്ള തരത്തിൽ അന്വേഷണവും പോകേണ്ടതുണ്ട്. അതിന് ഇവർക്കെതിരെയും അന്വേഷണം വേണം, അറസ്റ്റ് ചെയ്യണം എന്ന അടക്കം ഉന്നയിച്ചുകൊണ്ട് വലിയ വിമർശനങ്ങളും ആവശ്യങ്ങളുമൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഈ രാജി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് RSSൻ്റെയും മറ്റ് BJPയുടെ ഉയർന്ന നേതൃത്വവുമായി ഇടഞ്ഞോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചതിൻ്റെ കൂടെ ഭാഗമായിട്ടാണോ നിലവിൽ ഈ ചമ്പത് റായ് രാജിവെച്ചിരിക്കുന്നത് എന്നാണോ നമ്മൾ ഈ വാർത്താശകലത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഷാമിലി, അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അത് 18-19 തീയതികളിൽ ഹരിദ്വാറിൽ നടന്ന BJP ഉന്നതതല സമ്മേളനതല യോഗത്തിലാണ് RSS തങ്ങളുടെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചത്. കാരണം രാമജന്മക്ഷേത്രം അല്ലെങ്കിൽ അതിൻ്റെ പുനർനിർമ്മാണം RSSൻ്റെ ഒരു അജണ്ടയായിരുന്നു. RSS ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും. ആ സമയത്ത് VHPയുടെ ഒരു അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റെ പേരിൽ തന്നെ ഇത്തരമൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് ധാർമ്മികമായി തന്നെ അതിനെ കാണണം, അതിൽ മാറി നിൽക്കണം എന്നതാണ് യോഗത്തിൽ RSSൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ വ്യക്തമാക്കിയത്. ദത്താത്രേയ ഹൊസബലെ വിവിധ ക്ഷേത്രങ്ങളിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. VHP RSSൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യോഗത്തിൽ ഇത്തരമൊരു യോഗത്തിൽ പങ്കെടുക്കുകയും RSSൻ്റെ കടുത്ത അല്ലെങ്കിൽ എതിർപ്പ് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്ത വിഷയത്തിൽ RSSനുള്ള വിയോജിപ്പ് വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം അതുമാത്രമല്ല, ഈ പ്രസ്ഥാനത്തിൽ, അതായത് രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം സുതാര്യമായിരിക്കണമെന്ന് RSSന് നിർബന്ധമുണ്ട് എന്നും അദ്ദേഹം ഹൊസബലെ ആ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇനി ഈ കുറ്റക്കാരിലേക്ക് നീങ്ങുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം RSS കുറ്റവാളികൾ എല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടണമെന്നൊരു നിലപാടാണ്. ആ നിലപാട് VHPയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനെയും അതായത് UP മുഖ്യമന്ത്രി നേരിട്ട് അറിയിച്ചു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ചമ്പത് റായിക്കും കൂട്ടാളികൾക്കും കാര്യങ്ങൾ സുഗമമല്ല എന്ന് വേണം നമുക്കറിയാൻ. VHPയിൽ നിന്നും അദ്ദേഹത്തെ ഇനി രാജി ആവശ്യപ്പെടും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ശ്യാമിലി, ശരി, ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.